പാലക്കാട് ധോണിയിൽ പുലിയുടെ സാന്നിധ്യമെന്ന് സംശയം. പുലിയെ കണ്ടതായി ധോണി നിവാസിയായ വയോധിക പറഞ്ഞു. ധോണി മൂലംപാടം സ്വദേശിനി ശാരദയുടെ വീട്ടിൽ നിന്ന് കോഴിയെ പുലി പിടികൂടിയതായും നാട്ടുകാർ പറയുന്നു. ഒരു തവിട്ട് കളറിലൊരു അതിലൊരു കറുപ്പ് വരയുണ്ട്. കണ്ണാടിയിട്ടത് കൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞു. ആ ടെറസിന്റെ മുകളിലായതുകൊണ്ട് ഇവിടെ നിന്ന് മുതൽ കയ്യാലെ കയറുന്നവരെ ഞാൻ കണ്ടിട്ടും കുറച്ച് സമയം അരമണിക്കൂറോളം കുട്ടികൾ വന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കണ്ണിങ്ങനെ കണ്ണാണോ കവറാണോ അവർക്ക് സംശയമായിരുന്നു. കയ്യാലെ ചോട്ടിലൊരു ചെറിയ കാടാണ്, അതിൽ പറ്റിയിരിക്കുകയായിരുന്നുള്ളൂ. എന്നിട്ട് ഫോറസ്റ്റിൽ നിന്ന് അവരും വന്നു, ഇവരും ഇവിടെ നിന്ന് ടോർച്ചടിച്ച് അവിടെ നിന്ന് ടോർച്ചടിച്ച് അടിച്ച ശേഷമാണ് അത് മുകളിലേക്ക് കയറിപ്പോയത്. പക്ഷെ എന്ത് കണ്ടാലും അതിന് പേടിയില്ല. നമ്മൾ നായനെ വിളിച്ചു, കുട്ടികളെയൊക്കെ വിളിച്ച് നല്ല ശബ്ദം ഉണ്ടാക്കി, എന്നിട്ടും അതിനങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയില്ല. നമ്മളെന്തെങ്കിലും ഒന്ന് കണ്ട് ആട്ടി ഓടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇത് പോവാത്തത് കൊണ്ട് നമുക്കൊരു ഭയങ്കര സമാധാനക്കേടാണ്. ഈ മക്കളൊക്കെ അത്രയും സമയം അവർ പുറത്ത് കളിച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ള ഒരു ഉള്ളിൽ കയറി കൊച്ചു TV ഇടണം പറഞ്ഞ് അവർ കൊച്ചു TV ഇട്ട ശേഷം ഞാൻ മുകളിലേക്ക് കയറിപ്പോയതാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ധോണിയിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. കോഴിയെ പിടിച്ചുകൊണ്ടു പോകുന്നത് അവർ കണ്ടു എന്നുള്ളത് അവർ കൃത്യമായി പറയുകയാണ്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം അല്ലെങ്കിൽ പുലി നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് അവിടെ ആളുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് അരുൺ? വിനോദ്, പാലക്കാട് ധോണിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിയുടെ സാന്നിധ്യം എന്നുള്ള സംശയം ഉയർന്നിരിക്കുകയാണ്. നേരത്തെ നിരവധി തവണ ഈ ധോണി മേഖലയിൽ പുലി ജനവാസ മേഖലയിലേക്ക് എത്തുകയും കോഴിയെയും മറ്റുമൊക്കെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളർത്തു നായ്ക്കളെയൊക്കെ പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ വർഷം മറ്റുമായിരുന്നു അത്തരത്തിൽ വളർത്തു നായയും കോഴിയും ഒക്കെ ഈ പുലി സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴേതായാലും അടുത്തിടെയായിട്ട് ഇത് കുറഞ്ഞതായിരുന്നു. പശുവിനെ ഉൾപ്പെടെ ധോണി മേഖലയിൽ ഈ പുലി ആക്രമിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് കൂട് വയ്ക്കുകയും പിന്നീട് കൂടിൽ പുലി പെട്ടില്ല എങ്കിൽ പോലും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഏറെക്കുറെ കുറഞ്ഞിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് പുലിയെ കണ്ടതായിട്ടാണ് നാട്ടുകാർ സംശയം പറയുന്നത്. പ്രദേശത്തെ ഒരു ശാരദ എന്ന സ്ത്രീയുണ്ട്. അവരുടെ വീട്ടിലെ കോഴിക്കോട് ആ ഭാഗത്തേക്കാണ് ഈ പുലി എത്തിയത്. കോഴിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്നതാണ് ശാരദ പറയുന്നത്. ഏതായാലും വനംവകുപ്പിലെ നാട്ടുകാർ വിവരം അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പ് പ്രദേശത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ ഒക്കെ ഉണ്ടോ, പുലി തന്നെയാണോ, വല്ല കാട്ടുപൂച്ചയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ് വനംവകുപ്പ് പറയുന്നത്. തീർച്ചയായും ധോണിയിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ സ്ഥിരീകരിക്കുന്നത്. വനംവകുപ്പിൽ വിവരങ്ങൾ അറിയിച്ചു. അവർ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. പുലിയാണോ അല്ലെങ്കിൽ കാട്ടുപൂച്ച തുടങ്ങിയ മൃഗങ്ങളാണോ തുടങ്ങിയ പരിശോധനകൾ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പുലി തന്നെയാണോ എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കേണ്ടതുണ്ട്.